വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എഴുത്തിന്റെ ബലക്കുറവിലും പെർഫോമൻസിന്റെ തലക്കനത്തിൽ എടുപ്പോടെ നിൽക്കുന്നുണ്ട് കളങ്കാവൽ. നല്ല ഇടിവെട്ട് പടവാ സാറേ. കളക്ഷനോ ഹൗസ്ഫുൾ ആണ് സർ. ഒരാഴ്ചത്തേക്ക് ഏരിയയിലോട്ട് എടുക്കാം. പക്ഷെ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം. മമ്മൂട്ടിയുടെ 100 crore ആയിരിക്കണം ഇത്. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി നന്നായിട്ടുണ്ട് കേട്ടോ. കളങ്കാവൽ സിനിമ 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 സിനിമ. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? മമ്മൂക്ക കാൻ സ്റ്റോപ്പ് റൈസിങ് യു. കാരണം ഈ ഒരു സിനിമ വെറും ഒരു നോർമൽ സസ്പെൻസ് ത്രില്ലറായി പോയനെ. അൺലെസ് ആൻഡ് അൻടിൽ ഇതിലെ കാസ്റ്റിംഗ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അദ്ദേഹം വെച്ച് മാറിയത്. അതായത് മമ്മൂക്ക വില്ലൻ, വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നായകൻ. ആ ഒരു വെച്ച് മാറലുണ്ടല്ലോ, ആ ഒരു വെച്ച് മാറൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. പുറപ്പെട്. ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാനോ പ്രതിനായകന്റെ റോളിൽ വന്ന് അഭിനയിക്കാനോ മമ്മൂട്ടിയെ കൊണ്ടല്ലാതെ ഈ ലോകത്തൊരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് ഉറച്ചു പറയാൻ പറ്റും.